Good morning students, welcome back to my video class. Today discuss next third question. Find the relation between length of the side and circumradius of an equilateral triangle. ഒരു equilateral triangleന്റെ റേഡിയസും സർക്കിളിൻ്റെ റേഡിയസും അതായത് സർക്കം റേഡിയസും തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. റഫായിട്ട് വരച്ചാൽ മതി. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ആ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ സർക്കിൾ വരയ്ക്കാം. സർക്കിളിൻ്റെ റേഡിയസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. സർക്കിളിൻ്റെ റേഡിയസ് അതും നമ്മുടെ ഏതും കാണണം, സൈഡ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ലെങ്ത് ഓഫ് ദ സൈഡും ഇതാണ് കാണേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് ഇവിടെയല്ലേ, അപ്പോൾ അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. ഇങ്ങനെ ചെയ്യാം. ഇതിൽ നമ്മുടെ സൈഡ് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ എയും റേഡിയസ്, ഇത് റേഡിയസ് ആണെങ്കിൽ റേഡിയസും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. അപ്പം റേഡിയസ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് എ ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? a/2 ലെങ്ത് ഓഫ് ദ സൈഡ്. ഇത് ഇത്രയും ഉണ്ടാവുള്ളൂ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സൈഡാണ് എ. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ ബൈസെറ്റ് ചെയ്യുന്നത് കൊണ്ട് a/2 എന്ന് എടുക്കുക. എന്നിട്ട് ഈ ട്രയാങ്കിൾ ഒരു പേര് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് എന്താക്കി മാറ്റിയിട്ടുണ്ടാവും? ഡിവൈഡ് ചെയ്ത് 30 ഡിഗ്രി ആക്കിയിട്ടുണ്ടാവും. 30 90 ആണെങ്കിൽ ഇവിടെ ഉള്ള ആംഗിൾ എത്രയായിരിക്കും? 60. അപ്പോൾ നിങ്ങൾ ന്യൂ നമ്പേഴ്സിൽ പഠിച്ച ആംഗിൾസ് ആദ്യം എഴുതാം. ആംഗിൾസ് 30, 60, 90 ആണ്. സൈഡ്സ് റേഷ്യോ എഴുതി വെക്കാം. സൈഡ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:√3:2 ആണ്. അപ്പോൾ നിങ്ങളോട് സൈഡ്സ് എഴുതി വെക്കാൻ പറഞ്ഞു. 1x, √3x, 2x ആണ്. അങ്ങനെ അത് കണ്ടുപിടിച്ച് വെക്കാം. എന്നിട്ട് അത് ട്രയാങ്കിളിൽ മാർക്ക് ചെയ്യാം. 30ൻ്റെ ഓപ്പോസിറ്റ് 1x, 60ൻ്റെ ഓപ്പോസിറ്റ് √3x ആണ്, 90ൻ്റെ ഓപ്പോസിറ്റ് 2x ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തന്നായിട്ട് എടുക്കാം. സൈഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ സൈഡ് എന്താണ്? √3xൻ്റെ സ്ഥാനത്ത് a/2 ആണെങ്കിൽ x = എന്തായിരിക്കും വരിക? a/2√3 ആയിരിക്കും. പക്ഷെ നമുക്ക് x അല്ല അറിയേണ്ടത്, നമ്മൾ റേഡിയസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? റേഡിയസിൻ്റെ സ്ഥാനത്ത് 2x ആണ്. 2 × x എത്ര ഇവിടെ? a/√3 ആണ്. 2√3. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a/√3 ആയിരിക്കും. √3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ എന്താണ്? റിലേഷൻ എന്ന് പറഞ്ഞാൽ r = a/√3 ആയിരിക്കും. അതായത് എൻ്റെ √3 കൊണ്ട് ഡിവൈഡ് അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ a √3r. അതായത് സൈഡ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് √3 ടൈംസ് ഓഫ് റേഡിയസ് ഓഫ് സർക്കം റേഡിയസ്. സൈഡ്സ് ഓഫ് എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് √3 ടൈംസ് ഓഫ് സർക്കം റേഡിയസ്. അപ്പം നിങ്ങൾ ഇത് പഠിച്ചതാണ്. ആ പഠിച്ച നിയമം ഉപയോഗിച്ച് ഇൻ എ സർക്കിൾ 2 parallel chords of a length 4 cm and 6 cm are 5 cm apart. What is the radius of the circle? You have already studied this type. 2 chords of length 4 cm and 5 cm. 2 parallel chords 5 cm apart. Distance is 5 cm apart. Then find the radius. അപ്പോൾ റേഡിയസ് ആണ് കാണേണ്ടത്. അപ്പോൾ റേഡിയസ് വരച്ച് വെക്കാം. നിങ്ങൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 5 തന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്തായിട്ട് എടുക്കുക? x ആക്കി എടുക്കാം. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? 5 - 6 ആയിട്ട്. എന്നിട്ട് ട്രയാങ്കിളിൻ്റെ പേരൊക്കെ കൊടുക്കാം. AB, CD, MNO എന്നൊക്കെ കൊടുക്കാം. ഇനി ആദ്യം നിങ്ങൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ AMO. ഇൻ ട്രയാങ്കിൾ AMO ഇതിൽ നമുക്ക് റേഡിയസ് എന്താ? r², റേഡിയസ് കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു? r² L/2²
ഡിസ്റ്റൻസ് സ്ക്വയർ ഡി സ്ക്വയർ ആണ്. ഇവിടെ ആർ സ്ക്വയർ ആണ് കാണേണ്ടത്. L/2 ഇവിടെ എത്രയാണ്? L 5ന്റെ ഹാഫ് ആണ്. അപ്പോൾ 5/2 അല്ലെങ്കിൽ 2.5 ഹോൾ സ്ക്വയർ പ്ലസ് ഡി ഈസ് എക്സ് സ്ക്വയർ. റൈറ്റ് ഇക്വേഷൻ നമ്പർ 1. In triangle, next triangle, consider next triangle CNO. Here 4 centimeter chord, therefore line drawn to the chord bisect, therefore length is 2. Here r square is equal to L/2 whole square plus d square. L/2 here 2 square plus d is 5 minus x whole square. From equation 2. From 1 and 2, LHS sides are equal, therefore RHS sides also equal. From 1 and 2, 2.5 whole square plus x square equal to 2 square plus 5 minus x whole square. 2 minus 5 whole square is 25 square is 625. 1 decimal, substitute 2 decimal, plus x square equal to 2 square. What is 2 square? 4. 5 minus x whole square. A minus b whole square. What is a minus b whole square? A square minus 2ab plus b square. Using this identity and expand. Here a is 5. 5 square minus 2 into a into b. That is 2a 5 bx plus b square. 6.25 plus x square 4 plus 25 minus 10x plus x square. 2 side x square cancel. Minus 10x bring to RHS side plus 10x. Here already 4 plus 25. What is 4 plus 25? 29. 6.25 bring to RHS side minus 6 to 2.5. 29 minus 6.25. Subtract the 4. 7. 22.75. 22.75. 10x equal to. Therefore, x equal to 22.75 by 10. The answer is 2.10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഡെസിമൽ മാറ്റുക. 2.275 x. But want to find out the radius. Radius r square is equal to 2.5 whole square plus x square. 2.27 whole square. Then 2.5 whole square is 6.25 plus 2. Approximation is right. 2.272 is right. 2 square. Therefore 2 square means 4. 10.25. R square is equal to 10.4. R is equal to root 10.25. Then write the approximation value 3.3 approximation centimeter. This is the question. Same question is 2 chords length are changes 4 and 6 centimeter. What is 4 and 6 centimeter? In textbook question is 4 and 6 centimeter. Therefore, calculate same manner. Find the answer. That 4 centimeter and 6 centimeter. Therefore, this is the distance 5. Radius here mark x. 5 minus x r. Using triangle A B C D. Then M and N, mark M and N. In triangle AMO,
r square is equal to base, what is 3? 3 square plus x square. Equation number 1. In triangle CNO, r square is equal to distance 4, therefore what is the length? 2. 2 square plus 5 minus 6 whole square. Second equation. From 1 and 2, three square plus x square equal to 2 square plus 5 minus x whole square. 3 square is 9, x square, 2 square 4, a minus b whole square, 5 square is 25, minus 10x plus x square. X square cancel, 9, 29 minus 10x. Therefore, bring to RHS 10x equal to 29 minus 9. 10x equal to 29 minus 9 means 20. Therefore, x equal to 20 by 10 multiplication. Therefore, 2. X 2. Therefore, find the radius. Equation 1. R square is equal to 3 square plus x square. 3 square plus x 2 square. 3, 9 plus 2 square 4. R square is equal to 9 plus 4. Therefore, R is equal to root 13 centimeter. Radius of the circle is root 13 centimeter.